ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഏകദേശം 16 മാസമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുള്ള കമ്പനിയാണ് സ്മാർട്ട് വേ. ഒരു റിയൽ ബിസിനസ്, ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് സ്മാർട്ട് വേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. അതിൽ ഒരു കമ്പനി ഓൺലൈൻ ഷോപ്പിയും രണ്ടാമത്തെ കമ്പനി MLM ബിസിനസ്സും ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഓൺലൈൻ ഷോപ്പി നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം 2016 ഡിസംബർ 30 ഓൾറെഡി നമ്മുടെ ഓൺലൈൻ ഷോപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് സെറ്റ് ആണെങ്കിൽ അതിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്മാർട്ട് ഷോപ്പി എന്നുള്ള രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഫെബ്രുവരി മാസത്തോടു കൂടി നമ്മൾ ഈ ഓൺലൈൻ ഷോപ്പിയുടെ ഫസ്റ്റ് സെയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 2017 ഓഗസ്റ്റോടു കൂടി നമ്മളെ സംബന്ധിച്ച് ലൈക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെ ഒരു നല്ല ഒരു ഓൺലൈൻ ഷോപ്പി ആയിട്ട് മാറാൻ പോകുന്ന ഒരു കമ്പനിയാണ് സ്മാർട്ട് ഷോപ്പി. ഇനി വരുന്നൊരു കാലഘട്ടം ഓൺലൈൻ ഷോപ്പിയുടെയാണ്. ഏറ്റവും അധികം ഒരു നല്ലൊരു ബിസിനസ് ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് പ്രൊജക്ട് ആണ് ഓൺലൈൻ ഷോപ്പി. സ്മാർട്ട് വേ സംബന്ധിച്ചാണെങ്കിലും സ്മാർട്ട് വേയുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല കസ്റ്റമർ ബാക്കപ്പ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം ടേൺ ഓവർ ഉള്ള ഒരു ഓൺലൈൻ ഷോപ്പി കമ്പനിയായിട്ട് മാറുക എന്നുള്ളതാണ് ഈ കമ്പനി ലക്ഷ്യം വെക്കുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിലേക്കുള്ള കസ്റ്റമേഴ്സിനെ MLM വഴിയാണ് നമ്മൾ ഇതിലേക്കുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇടനിലക്കാരില്ലാതെ, അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ ഡയറക്റ്റ് കസ്റ്റമർ ക്രിയേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, അതുവഴി നമ്മളെ സംബന്ധിച്ച് ഇതില് ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നമ്മളൊരു കസ്റ്റമർ ആവുമ്പോൾ ഒരു റിയൽ ബിസിനസ് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് സ്മാർട്ട് വേ നിങ്ങളെ എത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നമ്മൾ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന്, അതായത് സ്മാർട്ട് ഷോപ്പിൽ നിന്ന് ജീവിതകാലം മുഴുവൻ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഒരു സുവർണ അവസരം കൂടിയും സ്മാർട്ട് വേ നമ്മുടെ കയ്യിലേക്ക് തരുന്നുണ്ട്. അതിനുവേണ്ടി സ്മാർട്ട് വേയിൽ നമുക്കിതിലേക്ക് കസ്റ്റമർ ആവാൻ വേണ്ടി സ്മാർട്ട് വേയിൽ കുറച്ച് ബ്രാൻഡഡ് പ്രൊഡക്ട്സുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. അതിൽ നമുക്ക് ടൈമെക്സിന്റെ വാച്ച്, അതുപോലെ തന്നെ എർത്തിയുടെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ്, ടീഷർട്ട്, ഇൽബാൻ റെമഡീസിന്റെ ഫുഡ് സപ്ലിമെന്റ്, അങ്ങനെ ഏകദേശം 60,000 രൂപ എബോ MRP ഉള്ള പ്രൊഡക്ട്സുകൾ ഇന്ന് സ്മാർട്ട് വേയിലുണ്ട്. അതിൽ നമുക്കിഷ്ടമുള്ള ഒരു 12,000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയാൽ ഈ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലേക്ക് നമുക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ഭാഗമാവാം. ഫ്രണ്ട്സ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വെറും 12,000 രൂപയ്ക്ക് നമുക്കിന്ന് ഏത് ബിസിനസിന്റെ ഭാഗമാവാം. പക്ഷെ ഇവിടെ വെറും 12,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് 12,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളിൽ ഒന്നാമത്തെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അതേ വിലയ്ക്കുള്ള പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്നു. ഈ പ്രൊഡക്ട്സിന് 30 ഡേയ്സിലെ ഒരു മണി ബാക്ക് ഗ്യാരണ്ടി കൂടി കമ്പനി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റിസ്കുമില്ല. നമുക്ക് ഈ പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിന് മണി ബാക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമേഴ്സിനെയാണ് സ്മാർട്ട് വേ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. അതും കൂടാതെ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കസ്റ്റമർ ബാക്കപ്പ് ഉള്ള സ്മാർട്ട് ഷോപ്പിയുടെ ലൈഫ് ടൈം ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഒരു സുവർണ അവസരം കൂടിയും നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇനി നമുക്ക് കിട്ടാവുന്ന നാലാമത്തെ നമ്മുടെ ഏറ്റവും വലിയ ഗുണം, നമ്മൾ 12,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ സ്മാർട്ട് വേ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി, അതായത് ഒരു പീപ്പിൾ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നമുക്ക് ഇവിടെ കിട്ടുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു ക്യാപിറ്റൽ വേണം, ലാൻഡ് വേണം, ലേബർ വേണമെങ്കിൽ ഇന്നൊരു ബിസിനസ് എന്ന് പറയുന്നത് ട്രേഡ് വിത്ത് ടെക്നോളജിയാണ്. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ വഴി നിങ്ങൾ ചെയ്യേണ്ടത് ഓൾ ഓവർ ഇന്ത്യയിൽ സ്മാർട്ട് വേയിലേക്ക് വേണ്ടിയുള്ള ഏതൊരു കസ്റ്റമറെയും നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ വഴി വരുന്ന കസ്റ്റമർ കൊണ്ടുവരുമ്പോൾ അതിന്റെ കമ്മീഷൻ നിങ്ങൾ കൂടി കിട്ടാവുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് സ്മാർട്ട് വേ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിലുള്ള ഏത് ബിസിനസ്സും ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ വഴിയാണ്. നല്ല ഹോട്ടലുകൾ വന്ന് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, നല്ല സിനിമ വന്ന് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, നല്ല ഡോക്ടേഴ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്.
പക്ഷെ അവിടെയൊക്കെ നമ്മൾ കസ്റ്റമർ ഉണ്ടാക്കുമ്പോൾ ₹1 കമ്മീഷൻ നമുക്ക് കിട്ടാറില്ല. പക്ഷെ സ്മാർട്ട് വേയിലേക്ക് നിങ്ങൾ ഏത് കസ്റ്റമറെ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊരു കമ്മീഷൻ കിട്ടുന്നു. അതായത് ഒരു ദിവസം ₹1000 മുതൽ ₹25,000 വരെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണ് സ്മാർട്ട് വേ നമുക്ക് തരുന്നത്. ആ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് കേന്ദ്രത്തിൽ നിന്ന് ഗൈഡ് ലൈൻ ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇന്ന് 150 രാജ്യങ്ങളിൽ സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനേക്കാളും കൂടുതൽ മണി ചെയിൻ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ വ്യാജനാണ് മണി ചെയിൻ. ഇന്ന് കേരളത്തെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സപ്പോർട്ടോടുകൂടി, അതായത് CITU, AITUC, BMS, INTUC എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സപ്പോർട്ടോടുകൂടിയാണ് ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ലീഗൽ ബിസിനസ് ആയതുകൊണ്ടാണ് ഇന്ന് എല്ലാ തൊഴിലാളി സംഘടനയും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ആം വെരി ഹാപ്പി. കാരണം ഞാനൊരു ഓർഡിനറി മാൻ ആയിരുന്നു. എനിക്കും എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഒരു ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പല സ്വപ്നങ്ങളും നമുക്ക് നടക്കാതെ വരുന്നുണ്ട്. പക്ഷെ ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോഴും നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റാത്തതെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വെറും ഒരു 12,000 പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഒരു റിയൽ ബിസിനസ്, ഒരു റിയൽ ഡിസ്ട്രിബ്യൂഷൻഷിപ്പാണ് ഈ കമ്പനി തരുന്നത്. അതിനുശേഷം ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു പണമോ നമ്മൾ ചെലവാക്കാതെ നമ്മളൊന്ന് എഫോർട്ട് ഇടാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഒരു ടീം എ, ഒരു ടീം ബി, 2 ടീം നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ദിവസം 25,000 ഏൺ ചെയ്യാൻ പറ്റാണ്. ഇന്ന് സ്മാർട്ട് വേയിൽ എനിക്ക് തോന്നുന്ന ഏകദേശം 50ഓളം വ്യക്തികൾ ഈ പറയുന്ന ഇംഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വെറും 16 മാസം കൊണ്ട് ഒരുപാട് ആൾക്കാരെ ഒരു റിയൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ച ഒരു കമ്പനി കൂടിയാണ് സ്മാർട്ട് വേ. അതുപോലെ തന്നെ നമുക്കിതിൽ റീപർച്ചേസ് ഇൻകം ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് റാങ്കിലും ബെസ്റ്റ് പെർഫോമൻസ് ബോണസ് നിങ്ങൾ കിട്ടുന്നു. അതിനോടൊപ്പം നമുക്കൊരു ടീമായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്റർനാഷണൽ ട്രെയിനിങ്ങുകൾ നമുക്ക് കിട്ടുന്നു. അതിനോടൊപ്പം നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ പ്രസന്റേഷൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആ ലെവലിലേക്ക് വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, 2020 ഇന്ന് ലോകമെല്ലാം ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ് 2020. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയാണെങ്കിലും മറ്റ് രാജ്യങ്ങൾക്ക് മേലെ മേൽക്കൊയ്പ് അറിയിക്കാൻ പോകുന്ന, അതായത് മറ്റ് രാജ്യങ്ങളെ നയിക്കാൻ പോകുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറാൻ പോവാണ്. 2020 ഇന്ത്യ ഒരു വികസിത രാജ്യമാകുമ്പോൾ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ കയ്യിലും സാധാരണക്കാരുടെ കയ്യിലും ക്യാഷ് വേണം. ഇന്ന് ഒരുപാട് യൂത്താണ് ഇന്ത്യയിലുള്ളെങ്കിൽ അവർക്കൊരു ജോലി കൊടുക്കാനുള്ള ഒരു ബാധ്യത കൂടിയും ഇന്നത്തെ ഒരു ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവന്നത്. അതായത് അഭ്യസ്ത വിരുദ്ധരായ നമ്മളെ പോലുള്ള ജനങ്ങൾക്ക് ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിലേക്ക് നമുക്ക് ഈ ബിസിനസിനെ കൊണ്ടുപോകാൻ പറ്റും. ഇതിന്റെ പ്ലാൻ നിങ്ങൾ സീരിയസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.